വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നകളൊക്കെ അള്ളാഹ്ക്കാണ്, റബ്ബിനല്ല. ഫദ്ഉ അതിൽ ഏതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ അസ്മാഉൽ ഹുസ്ന നമ്മളിൽ പ്രവർത്തന ക്ഷമമാവുക എന്നാണ് ആ പ്രാർത്ഥന. അസ്മാഉൽ ഹുസ്നകളൊക്കെ അള്ളാഹ്ക്കാണ്, റബ്ബിനല്ല. ഒരൊറ്റ പര്യായ പദം ഖുർആനിലില്ല. ഒന്ന് റബ്ബന്നെ അല്ല, അള്ളന്നെ റബ്ബ്, അതന്നെ റഹ്മാൻ, അതന്നെ മാലിക്, അതന്നെ റഹീം, അതന്നെ റഊഫ്, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അല്ല, ഒരൊറ്റ പര്യായ പദം പോലും ഖുർആനിലില്ല. ഇവര് പറയും അള്ളന്നെ ഒന്ന്, റഹ്മാനെന്നെ ഒന്ന്, റഹീമെന്നെ ഒന്ന്, റഊഫന്നെ ഒന്ന്. അല്ല, ഇതൊക്കെ വ്യത്യസ്ത ഗുണങ്ങളാണ്. ഇതൊക്കെ വ്യത്യസ്ത ഗുണങ്ങളാണ്. അതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അള്ളാഹുവിനാണ് അസ്മാഉൽ ഹുസ്നകളുള്ളത്, എല്ലാ ഉന്നതമായ ഗുണങ്ങളുള്ളത്. അസ്മാഉ എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഗുണങ്ങൾ. ആ അസ്മാഉകളാണ് സമാവാത്ത്. മനസ്സിലായോ? ആ അസ്മാഉകളാണ് സമാവാത്ത്, ഉന്നതമായ അറിവുകൾ. ആ ഉന്നതമായ അറിവുകളിലേക്കാണ് മനുഷ്യൻ ഉയർന്നു പോകേണ്ടത്. ഇത് ഒരു ചെയിനായിട്ടാണ് പോകുന്നത്. അപ്പോ ആദമിന്റെ മക്കൾ എന്താണ്? നൂഹിന്റെ കൂടെ വഹിച്ചു കൊണ്ടുപോകുന്ന ദുരിയത്ത് ആരാണ്? ഇബ്രാഹിമിന്റെ ദുരിയത്ത് ആരാണ്? ഇസ്രായേലിന്റെ ദുരിയത്ത് ആരാന്ന് പറഞ്ഞാൽ അവരുടെ അറിവുകളാണത്. മക്കള്, കുട്ടികളല്ല. അവന്റെ വാപ്പ, അവന്റെ വാപ്പ, അവന്റെ വാപ്പ. ദുരിയത്ത് എന്ന് പറഞ്ഞാൽ ഉലൂമുകളാണ്, അറിവുകളാണ്. അതാണ് ഇബ്രാഹിം നൂഹിന്റെ കൂടെ ഞാൻ വഹിച്ചു കൊണ്ടുപോകുന്ന അറിവുകളാണത്. ആ അറിവുകളാണ് ദുരിയത്ത്. അതാണല്ലോ ഇബ്ലീസു വദുരിയത്തുഹു എന്ന് പറയുന്നത്. ഇബ്ലീസും ഇബ്ലീസിന്റെ കുട്ടികളും. ഇബ്ലീസിന് എന്ത് കുട്ടികളാ? ഇബ്ലീസും നെഗറ്റീവായ ഗുണങ്ങളും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അറിവുകളാണ് ഇബ്ലീസു വദുരിയത്തുഹു എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇബ്ലീസിന്റെ കുട്ടികൾ ഉണ്ടാകുന്ന കഥയൊക്കെ പറയുന്ന കേട്ടിരുന്നു. അതിപ്പോ നിങ്ങളോട് പറയണില്ല. അത് കുറച്ച് വളരെ മോശമായ രീതിയിലാണ്. ഇബ്ലീസാണ് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകുക. അത് ഞങ്ങള് കാലാട്ടുമ്പോ പറയും ഇബ്ലീസിന്റെ പണിയെടുക്കുന്നുണ്ട്, കാലാട്ടണ്ട മകനെന്ന് പറയും. അത് വേറെ കുറച്ച് ബ്ലൂ ആണ്. അതിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പരിശുദ്ധ ഗ്രന്ഥം പറയുമ്പോ അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട. അപ്പോ ആ ഇബ്ലീസും ദുരിയത്തൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദുരിയത്ത് ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ചീത്ത തെറ്റായ അറിവുകൾ. ഇബ്ലീസിന്റെ ദുരിയത്ത്, അതാണ് ദുരിയത്ത് എന്ന് കേൾക്കുമ്പോ. അതാണ് ദുരിയത്ത് എന്ന് കേൾക്കുമ്പോഴത്തിന് നിങ്ങൾ മക്കളുമൊക്കെ നൂഹിന്റെ മകൻ, ആ ഇബ്രാഹിമിന്റെ മകൻ, അങ്ങനെ പോരുന്ന ഇതല്ല. ഞാനത് ചോദിച്ചു, ഈ കാലഘട്ടം എങ്ങനെയാണ് പിന്നെ ഉണ്ടാകുക? നൂറ്റാണ്ടുകളുടെ വ്യത്യാസമാണ് ഇവരുടെ ചരിത്രത്തിൽ തന്നെ ഇവര്. പിന്നെ എങ്ങനെയാണ് നൂഹിന്റെ ദുരിയത്ത് ഇസ്രായേലാകുക? ദുരിയത്ത് നൂഹ് ഇസ്രായേലാണ്. അതെവിടുന്ന് കിട്ടി? ഖുർആനിൽ നിന്ന് കിട്ടി. എങ്ങനെ ഇസ്രായേലും നൂഹും തമ്മില് നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. അത് ഈ വേദം പറയുന്ന പോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധം നടന്നത് ഏകദേശം 5-6 നൂറ്റാണ്ടുകളിലാണ്. ഇത് മനുഷ്യന്റെ മനസ്സിൽ നടന്ന യുദ്ധമല്ലെങ്കിൽ ഹൈന്ദവ പണ്ഡിതന്മാര്, സന്യാസിമാരെന്നെ അവരുടെ ക്ലാസുകളിൽ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെ 6 നൂറ്റാണ്ടിൽ ഒരു യുദ്ധം നടക്കും. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി മനുഷ്യ മനസ്സിൽ നടന്ന യുദ്ധമാണത്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണത്. കുരുക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ്. എന്നതുപോലെ തന്നെ ഇവിടെ ദുരിയത്ത മൻ ഹമൽനാ മാ നൂഹിൻ എന്ന് പറയുന്നത് നൂഹിന്റെ കൂടെ ഞാൻ വഹിച്ച അദ്ദേഹത്തിന്റെ ദുരിയത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവുകളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്ത ഫോം ചെയ്യുന്നത് അവിടെ വെച്ചാണ്, നൂഹിന്റെ അവിടെ വെച്ചിട്ടാണ് മനുഷ്യ ബുദ്ധി രൂപപ്പെടുന്നത്. തശ്കീലുൽ വഈ എന്നാണ് അതിന് മുഫസ്സിറുകൾ എഴുതിയിരിക്കുന്നത്. തശ്കീൽ രൂപപ്പെടുന്നത്, അൽ വഈ ബോധം, മനുഷ്യന്റെ ബോധം രൂപപ്പെടുന്നത് നൂഹിൽ നിന്നാണ്. ഇദ്രീസാണ് അതിന്റെ തുടക്കം. ഇദ്രീസിൽ നിന്നാണ് അതിന്റെ തുടക്കം. ഇത് ഇങ്ങനെ പോരുന്നതാണ്. അത് ഇനി കൂടുതൽ ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ അങ്ങനെയാണ്. ഇതിന്റെ